ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഇന്നത്തെ സുവിശേഷ വിചിന്തനത്തിലേക്ക് സ്വാഗതം. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ചില നേരങ്ങളിൽ നാം എത്ര തീവ്രമായി ആഗ്രഹിച്ചാലും ശ്രമിച്ചാലും നമുക്ക് പ്രിയപ്പെട്ടവർ പറഞ്ഞ വാക്കിനെയോ ചെയ്ത പ്രവൃത്തിയെയോ ന്യായീകരിക്കാൻ കഴിയാതെ വരും. കാലാകാലങ്ങളായി സുവിശേഷ വ്യാഖ്യാതാക്കൾ പല വിധത്തിൽ ശ്രമിച്ചിട്ടും യേശു ഉപയോഗിച്ച ഒരു പ്രയോഗത്തെ ന്യായീകരിക്കാൻ കഴിയാത്ത സന്ദർഭമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലുള്ളത്. ഒരു സിറോഫിനീഷ്യൻ സ്ത്രീ തൻ്റെ കൊച്ചുമകളെ പൈശാചിക പീഡയിൽ നിന്നും സുഖപ്പെടുത്താനായി പ്രാർത്ഥിക്കുമ്പോൾ മക്കൾക്കുള്ള ഭക്ഷണമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല എന്ന് യേശു പറഞ്ഞത് നാം ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത മറുപടിയാണല്ലോ. അത് നമ്മോടാണ് പറഞ്ഞതെങ്കിൽ അപമാനിക്കപ്പെട്ടതിൻ്റെ വേദന തീർച്ചയായും നമുക്ക് തോന്നുമല്ലോ. പിന്നീട് ആ സ്ത്രീയുടെ വിശ്വാസത്തെ പ്രതി അവളുടെ ആഗ്രഹം പോലെ സൗഖ്യം നൽകുന്നുണ്ടെങ്കിലും എന്നാലും ഈശോ അങ്ങനെ പറയണ്ടായിരുന്നുവെന്ന് നമ്മുടെ ഉള്ളിൽ പറയുക തന്നെ ചെയ്യും. ശരിയല്ല? എന്തുകൊണ്ടാവും യേശു അങ്ങനെ പറഞ്ഞത് എന്ന ചോദ്യത്തേക്കാൾ യേശുവിൻ്റെ വാക്കുകളെ പ്രതി നമുക്കവനോട് അനിഷ്ടം തോന്നുമെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാവും സുവിശേഷകന്മാർ ആ ഭാഗം എഴുതിയത് എന്ന ചോദ്യമാവും കുറച്ചുകൂടെ വ്യക്തതയുള്ള ഉത്തരം നൽകുന്നത്. യേശു ചെയ്ത ഒരു അത്ഭുതം അവതരിപ്പിക്കാനല്ല, മറിച്ച് ആ സ്ത്രീയുടെ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത എടുത്തു കാട്ടുവാനായിരുന്നു അവർ അത് എഴുതിയത്. തൻ്റെ സങ്കടത്തിനുള്ള പരിഹാരം യേശുവിൻ്റെ കയ്യിലുണ്ട് എന്ന ബോധ്യമാണ് അപമാനിക്കപ്പെടുന്ന വാക്കിൻ്റെ മുമ്പിലും ഉലയാതിരിക്കാനും അവന് മുൻപിൽ തന്നെ സമർപ്പിക്കാനും ആ സ്ത്രീയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. സുവിശേഷത്തിലെ മറ്റൊരു സന്ദർഭം ഇതിനോട് ചേർത്ത് വയ്ക്കാമെന്ന് തോന്നുന്നു. താനാണ് നിത്യജീവൻ്റെ അപ്പമെന്ന് യേശു പഠിപ്പിക്കുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും അത് ഉൾക്കൊള്ളാനാവാതെ കലഹിച്ച് അവരെ വിട്ടുപോകുന്നുണ്ട്. നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് യേശു 12 പേരോടുമായി ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്ന മറുപടി മനോഹരമാണ്. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. എന്തുകൊണ്ടാണ് ആ സ്ത്രീ യേശുവിനെ വിട്ടുപോകാഞ്ഞത് എന്നതിനുള്ള ഒരു വിശദീകരണം കൂടിയാണ് പത്രോസ് മറ്റൊരു സന്ദർഭത്തിൽ ഈ പറഞ്ഞ വാക്കുകൾ. ശരിയാണ്, അവർക്ക് വിട്ടുപോകാൻ ചില കാരണങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അവനിൽ നിന്നും ലഭിക്കുന്നത് അതിലും വലുതായ നന്മയായതുകൊണ്ട് അവർ വിട്ടുപോകാതെ ചേർന്ന് നിൽക്കാൻ ശ്രദ്ധ വച്ചു എന്നുള്ളതാണ്. അതുമൂലം അവരിലേക്ക് വലിയൊരു നന്മ പ്രവഹിക്കുകയും ചെയ്തു. ഇത് ജീവിതത്തിൽ നാം സ്വീകരിക്കുന്ന നിലപാടുകൾക്കുള്ള ഒരു തിരുത്തൽ കൂടിയാണ്. വളരെ നിസ്സാരങ്ങളായ കാരണങ്ങളുടെ പേരിൽ ഒരിക്കൽ പ്രിയപ്പെട്ടവരായിരുന്ന ആരെയൊക്കെയോ വിട്ടുപോന്നിട്ടുള്ളവരാണ് നമ്മൾ. പകരം വയ്ക്കാനാവാത്ത തനിമയും മൂല്യവും അവർക്കുണ്ടായിരുന്നതാണ്. എങ്കിലും പറഞ്ഞുപോയ ചില വാക്കോ ചെയ്തുപോയ ചില പ്രവൃത്തികളോ മൂലം ഇനി ഇത് വേണ്ട എന്ന് നാം തീരുമാനമെടുക്കുകയായിരുന്നു. കാര്യം സാധിക്കാൻ വേണ്ടി ചിലതൊക്കെ കണ്ടില്ല എന്നും കേട്ടില്ല എന്നും നടിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് കൂടെയുള്ളവരുടെ മൂല്യം അറിയാവുന്നതുകൊണ്ട് അവരെ വിട്ടുപോയാലുള്ള നഷ്ടത്തിൻ്റെ ഭാരമെന്തെന്ന് ബോധ്യമുള്ളതുകൊണ്ട് അവരുടെ കുറവുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടുത്തെ സൂചന. വിലയറിയാത്തതുകൊണ്ടും വിലമതിക്കാനാവാത്തതുകൊണ്ടുമാണ് വിട്ടുപോകാൻ പ്രേരണ തോന്നുന്നത്. ഒരു ചോദ്യം വെറുതെ ഇങ്ങനെ ചോദിക്കാം. ജീവിതത്തിൻ്റെ പല കാലങ്ങളായി ഞാൻ വിട്ടുപോകുന്ന ചിലരുണ്ടല്ലോ, അവരുടെ മൂല്യം അറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുണ്ടാക്കിയ മുറിവുകളേക്കാൾ അധികമായി സുഖപ്പെടുത്താൻ ശേഷിയില്ലാത്തവരായിരുന്നോ അവർ? അവരുടെ അഭാവം ഇപ്പോഴും വലിയ നഷ്ടം അവശേഷിപ്പിക്കുന്നുണ്ടോ? അവരെ തിരിച്ചു പിടിക്കാനാവില്ലേ? അവരിലേക്ക് ഇനിയും തിരികെ പോകാനാവില്ലേ? കഴിയുമെങ്കിൽ വിട്ടുപോകുന്നവരിലേക്ക് തിരിച്ചു നടക്കണം. സ്തുതിയായിരിക്കും.